ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചായക്കടയിൽ കിട്ടുന്ന ഉഴുന്നുവട എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം കേട്ടോ. 2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ട്. ഇതേപോലെ നല്ല കുതിരണം, ഒരു 4 മണിക്കൂറെങ്കിലും കുതിരണം കേട്ടോ. നമുക്കിത് എടുത്തിട്ട് ഉഴുന്ന് ആട്ടാം കേട്ടോ. ആട്ടാനിടാം. കല്ലിൽ ഇട്ടിട്ടുണ്ട്. രണ്ട് ഗ്ലാസ്സാണ് നമ്മുടെ വലിയ ഗ്ലാസ്. 2 ഗ്ലാസ്, ആ ഗ്ലാസ്സിന് കേട്ടോ 2 ഗ്ലാസ്. കുറച്ച് കൂടുതലായ കാരണം തിരിച്ചെടുത്താണ്. കല്ല് അതേപോലെ നല്ല പൊന്തി വരണം. ഇതാണ് അതിൻ്റെ പരിവട്ടോ. ഇതുപോലെ ആട്ടിയെടുക്കണം. അടിപൊളിയായിട്ട് ഇങ്ങനെ പൊന്തി വരണം. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത കുറച്ചും കൂടി ഉണ്ട്. മുഴുവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എല്ലാം ആട്ടിയെടുത്തിട്ടോ. അത് ഒരു പ്രാവശ്യം ഇട്ടത് ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ വീഡിയോയിൽ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു സവോള, 5 പച്ചമുളക് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുനുകുനേനെ അരിഞ്ഞെടുത്ത് നമ്മൾ ഉഴുന്ന് ആട്ടിയിലേക്ക് തട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില, മല്ലിയില അതേപോലെ കുനുകുനേനെ അരിഞ്ഞ് അതിലേക്ക് അത് ഇട്ടിട്ടോ. കുറച്ച് അരിപ്പൊടി, നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇടും കേട്ടോ. നൈസ് അരിപ്പൊടി വേണം, കുറച്ചിടാം. അതൊരളവ്, നിങ്ങളുടെ ഒരു അളവ് നോക്കിയിട്ടിട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു മുരിയേനെ കഴിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും. ഉപ്പ് ആവശ്യത്തിന്. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ കുരുമുളക് ഞാൻ കുറച്ച് കൂടുതലിടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇങ്ങനെ ഉഴുന്നുവട കടിക്കുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ. എന്നിട്ട് നമ്മൾ ഇത്ര മതി കേട്ടോ കുരുമുളക്. ഇത്രയൊന്നും കടയിലൊന്നും ഇടില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കണ കാരണം ഇടുകയാണേ. നമ്മുടെ കൈ കൊണ്ട് അടിപൊളിയായിട്ട് ഒന്ന് കുഴച്ച് സെറ്റാക്കണം. അപ്പോഴേ നമുക്ക് അരിപ്പൊടിയൊക്കെ മതിയോ എന്ന് കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അളവ് മനസ്സിലാവും. നമുക്ക് കൈ കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്കൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഉഴുന്നുവടയുടെ ആ ഒരു കുഴ കറക്റ്റ് ആയോ എന്ന് അറിയുള്ളൂ. നമ്മൾ എണ്ണ ചൂടായിട്ടോ, അത് കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഉഴുന്നുവട ഇട്ട് കൊടുക്കുകയാണേ. ചെറിയ ഉരുളങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ കയ്യും കൊണ്ടൊന്ന് അങ്ങനെ കണ്ടോ, തള്ളവരൽ കൊണ്ട് ഒരു കോഴ്സിൽ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോഫ്റ്റായ ഉഴുന്നുവട ആയിക്കൊണ്ടിരിക്കണു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര എണ്ണ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ അടിപൊളി സോഫ്റ്റായ ഉഴുന്നുവട ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും. ബൈ.